ക്രൂശിക്കപ്പെട്ട, കുർബാന സ്ഥാപിച്ച, കുരിശിൽ മരിച്ച ക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സുഹൃത്തെ, ഈ പെസഹ വ്യാഴം 3 കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാലു കഴുകണം, കുർബാനയാകണം, കുർബാന അർപ്പിക്കണം. തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി വിനയത്തിൻ്റെ മാതൃക നൽകിയ, കൂടെയുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനായി കരുതുന്ന, അവൻ്റെ ആവശ്യങ്ങളിൽ കൂട്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ കരുതൽ, എളിമ എനിക്കും നൽകണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങുന്നതിന് മുൻപ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് അത് തന്നെയാണ്. തൻ്റെ ശരീരവും രക്തവും വിശുദ്ധ കുർബാനയായി നമുക്ക് പകർന്നു നൽകിയ ക്രിസ്തുവിനെ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് അത് തമ്പുരാന് നമുക്ക് കൊടുക്കാം. അത് നമ്മുടെ കഴിവാകട്ടെ, സമ്പത്താകട്ടെ, സമയമാകട്ടെ, ഏറ്റവും ബെസ്റ്റ് അത് തമ്പുരാന് കൊടുക്കാൻ തമ്പുരാൻ്റെ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ അല്പസമയമല്ല, അധിക സമയം ഈ പെസഹ വ്യാഴാഴ്ച നമുക്ക് ചിലവഴിക്കാം. അവിടുത്തെ ഹൃദയം കൊണ്ട് ആരാധിക്കാൻ സമയം കണ്ടെത്താം. വെറും ഗോതമ്പപ്പത്തെ വിശുദ്ധ കുർബാനയാക്കി മാറ്റുന്നത് കർത്താവാണ്, കർത്താവിൻ്റെ പുരോഹിതരാണ്. ഈ ദിവസം പൗരോഹിത്യ സ്ഥാപന ദിനത്തിനന്ന് എല്ലാ വൈദികരെയും നമുക്ക് ഓർക്കാം, ആശംസകൾ അറിയിക്കാം, അവർക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും, നമ്മുടെ മക്കളിൽ നിന്നും, നമ്മുടെ ഇടവകയിൽ നിന്നും ഇനിയും ധാരാളം നല്ല ദൈവവിളികൾ ഉണ്ടാകാൻ ഇന്നേ ദിനം പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പെസഹ വ്യാഴത്തിൻ്റെ പ്രാർത്ഥന മംഗളങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ.